പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തിയെ വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഈശോയുടെ ഹൃദയത്തിന് ഒത്തതായി മാറട്ടെ. ആമേൻ. Praise the Lord. Praise the Lord. ആമേൻ പറഞ്ഞാൽ നമ്മളതങ്ങ് സ്വീകരിക്കുകയാണ്. കുട്ടികൾ എന്തായാലും ഉച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം നമുക്കൊരു വരം തന്നതുകൊണ്ടാണ് നമുക്ക് ഈ ശുശ്രൂഷയെ സംബന്ധിക്കാൻ പറ്റുന്നത്. അതന്നെ പറയാം, എൻ്റെ പിതാവ് ഒരു വരം തന്നാലല്ലാതെ ആർക്കും യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റിയാൽ. അപ്പോൾ ഈശോ നമുക്കൊരു വരം തന്നു. എന്താണ്? ഈ വചന ശുശ്രൂഷയ്ക്ക് വരാനൊരു വരം തന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് നന്ദി പറയാം. ഈ അഭിഷേകത്തിന്റെ ശുശ്രൂഷ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം നന്ദിയോടെ. ബഹുമാനപ്പെട്ട വട്ടാരച്ചനെ ഓർക്കാതെ നമുക്കൊരു അഭിഷേകത്തിന് മുന്നോട്ട് പോകാൻ പറ്റിയല്ല, അത് പിന്നെ ഉറപ്പ്. അതുപോലെ തന്നെ ഈ അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാളുകളായി ഇവിടെ വന്നു മധ്യസ്ഥം വഹിച്ചവര്, ഇപ്പോൾ ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവര്, അതുപോലെ ശനിയാഴ്ചകൾ ഉപവാസം എടുക്കുന്നവര്, അങ്ങനെ ഒരുപാട് പേര്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഇതിൻ്റെ എഡിറ്റിങ്, ഇതിൻ്റെ ഷൂട്ടിങ്, ഇതിൻ്റെ ഗാന ശുശ്രൂഷ, സഹശുശ്രൂഷ ചെയ്യുന്നവർ, എന്തുമാത്രം വ്യക്തികൾ ഇത്ര കാലഘട്ടങ്ങളിൽ, ഇത്രയോ വർഷങ്ങളായി എൻ്റെ സഹോദരങ്ങളെ. ദൈവത്തിന് വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. ചാടി എഴുന്നേക്കാം. കുട്ടികളെല്ലാം ചാടി എഴുന്നേറ്റോ. സഹോദരങ്ങളെ, നമ്മൾ ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് വരുമ്പോൾ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സമൂഹത്തിൽ വരും. പരിശുദ്ധാത്മാവ് സമൂഹത്തിൽ വന്നാൽ പ്രകടമായ ചില അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം മനസ്സിലാകണമെന്നില്ല, പക്ഷെ സംഭവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 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 ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ദൈവമേ, ഞങ്ങളിപ്പോൾ ഒരു മനസ്സോടെ വിളിച്ചപേക്ഷിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. വലിയൊരു ഉണർവ് നൽകണമേ, വലിയൊരു കൃപ നൽകണമേ, വലിയ ശക്തി ഞങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ. വലിയൊരു അഗ്നിയുടെ ഒരു ജ്വലനം ഞങ്ങളുടെ ഹൃദയത്തിൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കാൻ തക്കവിധം ഓ അഗ്നി അഭിഷേകമേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ, കൈകൾ അടിച്ച് സന്തോഷത്തോടെ ചേർന്ന് പാടി യേശുവിന്റെ നാമത്തിൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. ആമേൻ. അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. വിടുതൽ ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. ഡെലിവറൻസ്. അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ ഞങ്ങൾ നീട്ടണമേ. സംഭവിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ ഞങ്ങൾ നീട്ടണമേ. കൈ ഉയർത്തി ഉണവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ. ബലം പ്രാപിക്കട്ടെ. പുതിയൊരു ശക്തി പ്രാപിക്കട്ടെ. വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഞങ്ങൾക്ക് നൽകണമേ. പുതിയൊരു അഭിഷേകത്തിൻ കൈകൾ ഞങ്ങൾ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ ഞങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഈ സമൂഹത്തെ രോഗികളെല്ലാം അവിടെ ഇപ്പൊ നോക്കണമേ. കർത്താവേ, ദൈവമേ, ഈ സമൂഹത്തിൽ നാളുകളായി ബന്ധനങ്ങളിരിക്കുന്നവരെ സ്വർഗത്തെ അവിടെ നോക്കി കാണണമേ. കർത്താവേ, ദൈവമേ, നാളുകളായി പലവിധ തടസ്സങ്ങളിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ കാണണമേ. ദൈവമേ, നാളുകളായി കണ്ണുനീരുണ്ട് കൈപ്പ് തുറന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഇപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് നോക്കണമേ. ദൈവമേ, അവിടുത്തെ അത്ഭുതകരമായ നാമത്തിൽ ശക്തിയാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവിടുത്തെ അത്ഭുതകരമായ നാമത്തിൽ ശക്തിയാൽ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. അവിടുത്തെ നാമത്തിന് അത്ഭുതകരമായ ശക്തി
പുതിയ തടസ്സങ്ങൾ ഇരിക്കുന്നവർ കെട്ടുകൾ അഴിഞ്ഞ് യേശു നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമണിയട്ടെ Fire. പരിശുദ്ധാത്മാവേ, Glory. സൗഖ്യം നൽകണമേ Amen. പരിശുദ്ധാത്മാവേ, Amen. ബന്ധനമണിയട്ടെ പരിശുദ്ധാത്മാവേ, മാറാത്തീര വ്യാധികളെല്ലാം സൗഖ്യം The power of the name Jesus Christ. മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, മാറാത്തീര വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതൽ. തളർന്ന കൈകൾ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, യേശുവേ. അത്ഭുതമൊഴുകും കൈകൾ ഞങ്ങൾ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ ഞങ്ങൾ കൈകൾ നീട്ടണമേ. ഉയർത്തി. വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ പുതിയൊരു ബന്ധക്രിസ്ത, വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ പുതിയൊരു ബന്ധക്രിസ്ത, വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ പുതിയൊരു ബന്ധക്രിസ്ത, ദാഹിച്ച് ദാഹിച്ച് വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ പുതിയൊരു ബന്ധക്രിസ്ത, ചങ്ക് തുറന്ന് വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ പുതിയൊരു ബന്ധക്രിസ്ത, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് നൽകണമേ പുതിയൊരു ബന്ധക്രിസ്ത. ഹല്ലേലൂയ 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 ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, അവിടുത്തെ കരങ്ങൾ നീട്ടണമേ കർത്താവേ. കർത്താവേ, അവിടുത്തെ കരങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് നീട്ടണമേ കർത്താവേ. ദൈവമേ, അവിടുത്തെ കരങ്ങൾ ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെ മേൽ നീട്ടണമേ. ദൈവമേ, അവിടുത്തെ കരങ്ങൾ ഞങ്ങളുടെ മക്കളുടെ മേൽ നീട്ടണമേ. അവിടുത്തെ കരങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ മേൽ നീട്ടണമേ. ദൈവമേ, അവിടുത്തെ കരങ്ങൾ രോഗികളുടെ മേൽ നീട്ടണമേ. അവിടുത്തെ കരങ്ങൾ ഞങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങളുടെ മേൽ നീട്ടണമേ. അവിടുത്തെ കരങ്ങൾ ഞങ്ങളുടെ ജോലി സ്ഥാപനങ്ങളുടെ മേൽ നീട്ടണമേ. അവിടുത്തെ കരങ്ങൾ ഞങ്ങളുടെ കൃഷി ഇടങ്ങളിലേക്ക് നീട്ടണമേ. അവിടുത്തെ അത്ഭുതകരമായ കരങ്ങൾ ഓ കർത്താവേ ഞങ്ങളുടെ സമസ്ത പാപ പ്രവണതകളിലേക്ക് ഇപ്പോൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ കരുത്തിന്റെ അത്ഭുതകര ശക്തിയാൽ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ദൈവമേ, മക്കളില്ലാത്ത കുടുംബങ്ങൾ കൂടി ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ശരീരത്തിന്റെ കോശങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഓ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ വീണ്ടും കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ബന്ധനങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നല്ല ആത്മാവിന്റെ പ്രത്യേകതകൾ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മൾ സംസാരത്തിൽ ഇങ്ങനെ പറയും, എന്താ പറയുന്നത്, പുള്ളി എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ നല്ല മനുഷ്യനാണ് കേട്ടോ, അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു കുടുംബമാണ്. അങ്ങനെയുള്ള മനുഷ്യരെക്കുറിച്ച് പല വിധത്തിലുള്ള നല്ലത് എന്ന് ചേർത്ത് നമ്മൾ പറയും. അതിന് കാരണമുണ്ട്. കാരണം നമ്മുടെ ദൃഷ്ടിയിൽ നല്ലത് എന്നതിന് ചില മാനദണ്ഡങ്ങൾ, ചില അളവുകോലുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് വിലയിരുത്തുകയാണ്. ഈ വിലയിരുത്തലിൽ ചില അപകടങ്ങളുണ്ട്. കാരണം ദാവീദിനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അല്ലേ, കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യൻ കാണുന്നത് പോലെ അല്ല കർത്താവ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് വേണം. സ്വർഗമാണ് ഒരു വ്യക്തി അളക്കുന്നത്, മനുഷ്യനെ അളക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ പറയുന്നതിന് തെറ്റൊന്നുമില്ല, നല്ലതാണ്, അതിന് തെറ്റൊന്നുമില്ല. പക്ഷേ സ്വർഗം വചനം വെച്ചിട്ടാണ് ഓരോ വ്യക്തികളെയും അളവുകൾ നിർണ്ണയിച്ചിരിക്കുന്നത്. സ്വർഗമാണ് തീരുമാനം പറയുന്നത്, സ്വർഗമാണ് വിധി പറയുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ വിശുദ്ധര് ഒരു നല്ല ആത്മാവിൻ്റെ പ്രത്യേകതകൾ ഇന്നതിന്നതൊക്കെ ആയിരിക്കണമെന്നുള്ള ചില വെളിപ്പെടുത്തൽ നൽകിയിട്ടുണ്ട്. വചനത്തിലുമുണ്ട്, വിശുദ്ധരുടെ പഠനങ്ങളിലുമുണ്ട്. ഒരു പക്ഷേ അങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ തന്നെ നമ്മളിങ്ങനെ പരിശോധിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പരിശോധിക്കണം. ഓരോ വചനവും പരിശോധനയ്ക്കുള്ളതാണ്. ഒരു ഡോക്ടർ സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിക്കുമ്പോൾ ഡോക്ടർക്ക് ഈ വ്യക്തിയുടെ ശരീരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത് പോലെ ഒരു സ്കാനിങ് മെഷീനിലൂടെ നമ്മുടെ ശരീരത്തെ കടത്തിവിടുമ്പോൾ ആ ഒരു മെഷീനിൽ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നത് പോലെ
ഓരോ വചനവും സഭയുടെ ഓരോ പ്രബോധനങ്ങളും വിശുദ്ധരുടെ ഓരോ വെളിപ്പെടുത്തലുകളും നമ്മളെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ ഫൗസ്തീന ഡയറിയിൽ 148 ഖണ്ഡികയിൽ ഒരു നല്ല ആത്മാവിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വചനാധിഷ്ഠിതമാണ്. ഞാനത് വായിക്കാം, നിങ്ങൾ നല്ല ശ്രദ്ധിച്ചു കേട്ടു. ഉത്കൃഷ്ടവും മൃദുലവും ഏറ്റവും നിസ്സാരവും എന്നാൽ ഏറ്റവും ഗ്രഹണശക്തി ഉള്ളതുമായ ആത്മാവ് എല്ലാത്തിലും എല്ലായിടത്തും ദൈവത്തെ കാണുന്നു. ഏറ്റവും മറഞ്ഞിരിക്കുന്ന ഇടങ്ങളിലും ദൈവത്തെ കണ്ടെത്തുന്നു. എല്ലാ കാര്യങ്ങളും അതിന് പ്രധാനപ്പെട്ടതാണ്. എല്ലാ കാര്യങ്ങളും നന്നായി ആസ്വദിക്കുകയും എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുകയും എല്ലാത്തിൽ നിന്നും ആത്മാവിന് വേണ്ട നന്മ സ്വീകരിച്ചുകൊണ്ട് സകലത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് കുറച്ച് ദീർഘമായ സെന്റൻസുകളാണെങ്കിലും ഒറ്റ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം. ഒരു നല്ല ആത്മാവിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലായിടത്തും എല്ലാത്തിലും ദൈവത്തെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവമാണ് എല്ലാത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും പുറകിൽ ദൈവമുണ്ട്. അതുകൊണ്ട് എന്ത് കണ്ടാലും അതിനെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പറ്റും. ജീവിതത്തിൽ പ്രതിസന്ധി വന്നാലും, ജീവിതത്തിൽ വലിയ സന്തോഷത്തിന് അനുഭവം വന്നാലും, ജീവിതത്തിൽ സഹനം വന്നാലും, ഞെരുക്കം വന്നാലും, ആ ആത്മാവിന്റെ പ്രത്യേകത അതിനെല്ലാം പുറകിൽ ദൈവത്തെ കാണാൻ വേണ്ടി പറ്റും. ഒരു പക്ഷേ പിശാചന്റെ പ്രലോഭനം കൊണ്ട് മനുഷ്യൻ പാപത്തിൽ വീണു പോയാലും ആ ആത്മാവ് നിരാശപ്പെടുകയല്ല. ദൈവം പാപം അനുവദിക്കുന്നില്ലെങ്കിലും പിശാചന്റെ ചില പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ വീണ്ടും അതിലൂടെ നന്മ കൊണ്ടുവരും, നിരാശപ്പെടുകയല്ല. എല്ലാത്തിലും ദൈവത്തെ കാണും, എല്ലാത്തിലും നന്മ കണ്ടെത്തും. അതാണ് നല്ല ആത്മാവിന് ഒന്നാമത്തെ പ്രത്യേകത. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ 16-17 വാക്യങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമുക്ക് വചനം ഉറക്ക വായിക്കാം. എല്ലാവരും കൂടെ ചേർന്ന് വചനം വായിക്കണം. വായിക്കുന്ന മുറിയിലൊക്കെ വചനം കൊണ്ട് മുഴങ്ങട്ടെ. ഉറക്ക വായിക്കാം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ആത്മാവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് ഒരു ആത്മാവിനെ കുറിച്ചുള്ള ദൈവഹിതം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതാണ് വിശുദ്ധ പൗലോസ് ഏറെ പറയുന്നത്. എല്ലാത്തിലും ദൈവത്തെ കാണും, എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും, എല്ലാത്തിലും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. അതാണ് ഒരു നല്ല ആത്മാവിന്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിലും ദൈവത്തിന്റെ ഒരു സാന്നിധ്യം കാണാൻ സാധിക്കുന്ന വ്യക്തിക്ക്, എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ ഇടപെടൽ കാണാൻ സാധിക്കുന്ന വ്യക്തിക്ക് എപ്പോഴും സന്തോഷമായിരിക്കും, ദുഃഖം ഉണ്ടാവില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദുഃഖിപ്പിക്കുന്ന അനുഭവം വരുമ്പോഴും ഒരു സങ്കടമൊക്കെ ഫീൽ ചെയ്താലും അതിനപ്പുറത്തൊരു ആശ്വാസം, അതിനപ്പുറത്തൊരു ദൈവത്തിന്റെ ഇടപെടൽ കാണാൻ വേണ്ടി പറ്റും. അതാണ് സഹോദരങ്ങളെ ദാനിയേൽ പ്രവചനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 17-18 തിരുവചനങ്ങൾ. ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 3 വേഴ്സ് 17 and 18. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവരാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഈ കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതായത് ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് ആ രാജാവ് എറിയാൻ തുടങ്ങുന്ന സമയത്ത് ദാനിയേലിനെയും കൂട്ടത്തിലുള്ള അദ്ദേഹത്തിന്റെ സഹശുശ്രൂഷകര് അവർ പറയാണ്, എന്താ പറയുന്നത്? രാജാവേ, ഈ എരിയുന്ന തീച്ചോളയിൽ നിന്ന് ഞങ്ങളുടെ ദൈവം ഉണ്ടല്ലോ, ഞങ്ങൾ രക്ഷിക്കും. സംശയമില്ല, ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമാ. ഇനി രക്ഷിച്ചില്ലേലും ശരി, ഞങ്ങൾക്ക് ഒരു വിഷയവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സംബന്ധിച്ചാലും പലപ്പോഴും പല കാര്യങ്ങളും ദൈവം രക്ഷിച്ചില്ലെങ്കിൽ പല വിഷയമാവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയല്ല, രക്ഷിച്ചില്ല ഞങ്ങൾക്കൊരു ഒരു എന്താ പറയണത്, ഒരു ചുക്കുമില്ലാന്നൊക്കെ പറഞ്ഞ പോലെ പറയാം, നമുക്കൊരു വിഷയമില്ല. പക്ഷേ ഉണ്ടല്ലോ, ഞങ്ങള് ഈ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നല്ല ആത്മാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്കനുസരിച്ച്, ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങൾക്കും അനുസരിച്ച് എൻ്റെ സഹോദരങ്ങളെ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധം കൂടുകയോ കുറയുകയോ ചെയ്യുന്ന വ്യക്തിത്വമല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ കൂടണം, നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. അതായത് ചിലപ്പോൾ ഭയങ്കര ഇത് വരുമ്പോൾ ഭയങ്കര കൂട്ടുന്നത് പിന്നെ ഇല്ല, അങ്ങനത്തെ സ്ഥിതിയല്ല.
പ്രഭാഷകന്റെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിന്റെ 16-17 തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 39 വേഴ്സ് 16 and 17, എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്. നമുക്ക് വായിക്കാം. അവിടുന്ന് അവയെല്ലാം അത്യുത്തമമാണ്. കണ്ടോ, ഇതാണ് വാസിന പറയുന്നത്. എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, എല്ലാത്തിലും ദൈവമുണ്ട്, അതെല്ലാം നല്ലതാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയല്ല. യഥാകാലം എല്ലാം വെളിവാകും. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി, അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി. അതെന്തുകൊണ്ടാണ് ഇപ്പം ചോദിക്കാൻ പറ്റിയല്ല, അന്ന് ചോദിക്കാൻ പറ്റില്ല. ഇപ്പം അതിൻ്റെ കാരണങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ, ഇതെന്ത്, അതെന്തുകൊണ്ട്, ഇങ്ങനെ സംഭവിച്ചു, അതാണ് ഇതാണോ എന്ന് പറഞ്ഞ് ടെൻഷൻ പിടിക്കുന്ന ഒരു ജീവിതമല്ല ഒരു നല്ല ആത്മാവിന്റെ ജീവിതം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ 39-ാമത്തെ അധ്യായത്തിന് 33-34 വാക്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. കർത്താവിന്റെ പ്രവർത്തികൾ ഉത്തമമാണ്, യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായിട്ട് തെളിയും. ഓരോ സമയത്ത് വലിയ നന്മയായിട്ട് അങ്ങോട്ട് മാറ്റപ്പെടും. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രവൃത്തികൾ നടക്കുമ്പോഴും നമ്മൾ പറയേണ്ട ഒരു വചനമുണ്ട്. ഇത് നിങ്ങൾ മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതെന്താണെന്നറിയാവോ? യാക്കോബ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 15-ാം തിരുവചനമാണ്. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്: കർത്താവ് മനസ്സാകുന്നുവെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ ഏതൊരു കാര്യം നടക്കുമ്പോൾ ഞങ്ങളിത് ചെയ്യും, ഇങ്ങനെ നടക്കും, അങ്ങനെ നടക്കും, ഇതൊന്നല്ല പറയേണ്ടത്. ദൈവം തിരുമനസ്സായാൽ അത് ചെയ്യാൻ പറ്റും. ദൈവം തിരുമനസ്സായാൽ ഇതെല്ലാം നടക്കും. ഇത്ര മാത്രം പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ പ്രത്യേകത, ഒരു നല്ല ആത്മാവിന്റെ രണ്ടാമത്തെ പ്രത്യേകത, വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. അത് ദൈവത്തിൽ ആശ്രയിക്കുന്നു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല ആത്മാവിന്റെ പ്രത്യേകത ഇതാണ്. ഒന്ന്, എല്ലാത്തിലും ദൈവത്തെ കാണുന്നു, എല്ലാത്തിലും ദൈവത്തെ കാണുന്നു. രണ്ടാമത്തെ പ്രത്യേകത, എല്ലാ കാര്യത്തിനും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. എല്ലാത്തിനും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. എനിക്ക് എപ്പോഴും എനിക്ക് വളരെ ഇഷ്ടമുള്ള വചനമുണ്ട്. ഞാൻ പലപ്പോഴും ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ പ്രാർത്ഥനകളിൽ ചിലപ്പോൾ അറിയാതെ തന്നെ വചനം കയറി വരും. യോഹന്നാൻ 15:5. ഇതെല്ലാവരും കാണാതെ പഠിക്കണം, കുട്ടികൾ ഉറപ്പായിട്ടും കാണാതെ പഠിക്കണം കേട്ടോ. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ കർത്താവ് നന്മ വീണ്ടും വെളിപ്പെടുത്താണ്. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു സ്ഥലത്ത് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പറയും എല്ലാം. അതിന്റെ അർത്ഥം എന്താ? എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ ആശ്രയിക്കാൻ തുടങ്ങിയാൽ എല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ചെയ്യാൻ ഇന്ന് പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതിലുപോലും നമുക്ക് പറ്റില്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉദാഹരണം പറഞ്ഞാൽ, വണ്ടി ഓടിക്കാൻ ഒരു ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വണ്ടി ഓടിക്കാൻ എനിക്കറിയാം, അല്ലേ? എന്നാൽ ആ വണ്ടി ഓടിക്കുന്ന അറിയാമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അതിലുപോലും ദൈവത്തെ ആശ്രയിക്കണം. ഞാനിത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ചെയ്യാൻ കഴിയാമെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ പോലും നമ്മൾ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. ഒരു നല്ല ആത്മാവിൻ്റെ പ്രത്യേകത ഇതാണ്. ഒരു കുഞ്ഞു കാര്യം ചെയ്യാനേ ഉള്ളൂ, ചെറിയ കാര്യമുള്ളൂ, എന്നാലും ഈശോയെ സഹായിക്കണേ, അല്ലേ? ഒരു സഹസ്രനാഥ ഒരു നന്മ പറഞ്ഞ ത്രിത്വം ചില കാഴ്ചവെക്കുക. ഉദാഹരണം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തി പാപത്തിൽ വീണ് ചില പ്രശ്നത്തിലായി. അവിടെ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ദൈവത്തെ ആശ്രയിക്കണം. ഹോസിയ പ്രവചനത്തിൽ 12-ാമത്തെ അധ്യായത്തിന് 6-ാം തിരുവചനം, ബുക്ക് ഓഫ് ഹോസിയ ചാപ്റ്റർ 12 വേഴ്സ് 6. ആകയാൽ നിന്റെ ദൈവത്തിന്റെ സഹായത്തോടെ തിരിച്ചു വരിക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിക്ക് പാപത്തിൽ വീണ് അവന്റെ തന്നെ പ്രവൃത്തി കൊണ്ട് പാപത്തിൽ വീണ് പോയാൽ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ ആശ്രയിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കിണറ്റിലോട്ട് ചാടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചാടിയാൽ മതി. പക്ഷെ കയറി പോരണം എന്നുണ്ടെങ്കിലോ ആരെങ്കിലും സഹായം വേണം, അല്ലേ? എന്ന് പറയുന്ന പോലെയാണ്, തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സഹായം. എന്ന് എല്ലാത്തിലും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കാം. നല്ല ആത്മാവിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ്.
അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കണം, ഞാൻ എല്ലാത്തിലും ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടോ? എല്ലാത്തിലും എനിക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ടോ? മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രതിസന്ധികൾ വരുമ്പോൾ പരിഭ്രമിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതങ്ങനെ തന്നെ വാസന എഴുതിയിരിക്കുകയാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ പരിഭ്രമിക്കുന്നില്ല. അതാണ് നല്ല ആത്മാവിന്റെ മൂന്നാമത്തെ പ്രത്യേകതയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 37-ാമത്തെ സങ്കീർത്തനത്തിൽ അതിന് 8-ാം തിരുവചനം, പരിഭ്രമിക്കാതിരിക്കുക, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഞാൻ സത്യത്തിൽ ഈ വചനം ആദ്യം കേട്ടത് ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ എവിടെയോ ഒരു ധ്യാനത്തിൽ പറയുന്നതാണ്. വൈദികർ ധ്യാനത്തിൻ്റെ ഓർമ്മ. ഞാൻ ആദ്യമായിട്ട് ഈ വചനം കേട്ട അവിടെ ഇപ്പോൾ ഓർക്കായിരുന്നു. പരിഭ്രമിക്കാതിരിക്കുക, പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. അപ്പം നല്ല ആത്മാവിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? പ്രതിസന്ധി വരുമ്പോൾ പരിഭ്രമവും ഇല്ല. മറ്റേത് ഭയങ്കര വെപ്രാളവും പരിഭ്രമവും അയ്യോ നിലവിളിയും പല പരിപാടികളും അല്ലേ? അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നിങ്ങൾ ഇന്ന് ചോദിക്കുക സഹോദരങ്ങളെ, അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പുറപ്പെടുന്ന ഒരു വഴി ഇന്ന സ്ഥലത്ത് എത്തുള്ളൂ നമുക്ക് അറിയാവുന്ന കരുതുക, നമുക്ക് പോകേണ്ട വേറെ സ്ഥലത്തെന്ന് കരുതുക, പിന്നെ നമ്മൾ അങ്ങോട്ട് പോവോ? അല്ലേ? ഇതെല്ലാം നടന്നു പോകുന്ന സമയത്ത് കുഴിയിലേക്ക് വീഴും നനഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവോ? അപ്പം അതുകൊണ്ട് പരിഭ്രമം എന്ന് പറയുന്ന സംഗതി നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഉറപ്പായിട്ടും എൻ്റെ സഹോദരങ്ങൾ അത് തിന്മയിലേ നമ്മളെ കൊണ്ടുപോയി എത്തിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനകത്ത് എന്താ നമ്മൾ മുഴുകണത്? ഇത് പറഞ്ഞാലും നിങ്ങൾ പറയും പരിഭ്രമം അറിയാതെ വന്നു പോവാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. സംഗതി ശരിയാണ്, പക്ഷെ വന്നു പോലെ എന്താ ചെയ്യേണ്ടത്? അതിനാണ് മുകളിലത്തെ രണ്ട് സംഗതി ആദ്യം ചെയ്യണം. എല്ലാത്തിലും ദൈവത്തെ കാണണം, എല്ലാത്തിലും ദൈവത്തെ ആശ്രയിക്കണം. ഇത് രണ്ടും കഴിഞ്ഞാലേ, ഉദാഹരണം പറഞ്ഞാൽ 1-ാം ക്ലാസ് 5-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ചിന്തിക്കുകയാണ്, എനിക്ക് 10-ാം ക്ലാസ് ഇപ്പോൾ പോയി പരീക്ഷ എന്ന് വെച്ചാൽ നടക്കോ? ഒരു സ്റ്റെപ്പില്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. 1 പത്രോസ് 4:12, 1 Peter chapter 4:12 നമുക്ക് വായിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ പരിഭ്രമിക്കരുത്. കാരണം പരിഭ്രമം തിന്മയിലെ നമ്മളെ കൊണ്ട് എത്തിക്കുള്ളൂ. നാളെ ഇന്ന പ്രശ്നമാണ്, തിന്മയിലേക്ക് കൊണ്ട് എത്തിക്കുള്ളൂ. കാരണം പരിഭ്രമം വന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല. പരിഭ്രമം വന്നാൽ അശുദ്ധാരുടെ ആക്രമണം, വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വരം കേൾക്കാൻ പറ്റിയല്ല പരിഭ്രമം ഉള്ളിടത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് മനസ്സിലാവും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് ക്ലിയറായിട്ട് മനസ്സിലാവും. ഇതെനിക്ക് സെക്കൻഡ് ഹാൻഡ് നോളജ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരച്ഛൻ എന്നോട് പറഞ്ഞതാണ്. നമ്മുടെ കേരളത്തിലെ വളരെ പ്രിയപ്പെട്ട ഒരു അഭിവന്യ പിതാവ് ഒരിക്കലും ഒരു പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം ഈ അച്ഛൻ പറയുന്നത് കേട്ടത്, പക്ഷെ അത് ആപ്റ്റായതെന്ന് ഞാൻ പെട്ടെന്ന് പറയുകയാണ്. അതാണ് സഹോദരങ്ങളെ, അതായത് ഈ പിതാവ് അദ്ദേഹം പിതാവാകുന്നതിന് മുമ്പ് അച്ഛനായ സമയത്ത് ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് ഡ്രൈവറുടെ പുറകുഭാഗത്താണ് ഈ അച്ഛൻ ഇരിക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വണ്ടി യാത്ര ചെയ്യുന്നു. അപ്പോൾ ഈ ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഒരു ചേച്ചി ഛർദ്ദിച്ചു. അപ്പോൾ ബസ് നല്ല സ്പീഡിൽ പോകുന്ന സമയം, നല്ല കാറ്റുള്ള സമയമായിരുന്നു. അപ്പം ഈ ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, ഇതെല്ലാം കൂടെ ആ സൈഡിലിരുന്ന മുഴുവൻ ആൾക്കാർ, ഈ ചേച്ചിയുടെ തൊട്ട് പുറകിൽ 8 പേരുടെ ദേഹത്തോട്ട് ഇത് മുഴുവനായി. അവർ 8 പേരും പെട്ടെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അതെല്ലാം തുടച്ച് പിന്നെ അവിടെ ആ സീറ്റേ പിന്നെ 8 പേർക്കും ആർക്കും ഇവിടെ ഇരിക്കാൻ പറ്റും. കാരണം അതുപോലെ അങ്ങോട്ട് ആയിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സമയത്ത് എന്താ വരുന്നത്? ദേഷ്യം വരാം, ഇറിറ്റേഷൻ വരാം, പലവിധ പ്രകടനങ്ങൾ വരാം, ഈ ചേച്ചിയെ ഷൗട്ട് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അവർ എഴുന്നേറ്റ് എന്തിനാ അസ്വസ്ഥമായിട്ട് എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഈ ചേച്ചിയെ നോക്കി കഴിഞ്ഞപ്പോൾ ഷൗട്ട് ചെയ്യാൻ തോന്നിയില്ല. കാരണം അതിന് പാവം പിടിച്ചത് തലേനേരം പിടിച്ചിരുന്ന് അറിയാതെ നിങ്ങൾ സംഭവിച്ചു പോയതാണ്. ആരും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എൻ്റെ സഹോദരങ്ങളെ, ആ സൈഡിൽ പിന്നെ ആരും ഇരുന്നില്ല. ബസ് മുന്നോട്ട് നീങ്ങി 2 വളവ് കഴിഞ്ഞപ്പോൾ ആ ബസ് ആക്സിഡൻറ്റ് പെട്ടു. എന്നിട്ട് അതിന് ഓപ്പോസിറ്റ് വന്ന വണ്ടി ഈ 8 സീറ്റുകൾ തകർത്തു പോയി. ഇപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇപ്പോൾ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ആ ഛർദ്ദിൽ വീണ ആൾക്കാർ ചിന്തിപ്പോൾ എന്താ, ഈ ചേച്ചി ഛർദ്ദിച്ചതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. ആ പിതാവ് പ്രസംഗത്തിൽ പറഞ്ഞ ടോക്കിൽ പറഞ്ഞൊരു കാര്യം എന്നോട് വേറെ അച്ഛൻ പറഞ്ഞാണ്. അതിവിടെ ഒരു നല്ല ഉദാഹരണമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായത് എന്നതുപോലെ ചില കാര്യങ്ങൾ പെട്ടെന്ന് വരും. ചിലപ്പോൾ പെട്ടെന്നൊരു മരണമായിരിക്കും, പെട്ടെന്ന് ജോലി പോയി, പെട്ടെന്ന് സാമ്പത്തിക പ്രതിസന്ധിയായി, മക്കളുടെ കാര്യത്തിൽ ഒരു വലിയ ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടി, ചിന്തിക്കാം, അങ്ങനെ വരാം. പക്ഷെ പരിഭ്രമിക്കരുത്. പരിഭ്രമത്തിന്മേലെ കൊണ്ട് എത്തിക്കുള്ളൂ.
അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നല്ല ആത്മാവാണെങ്കിൽ അതിന് ദൈവത്തെ ആശ്രയിച്ചാൽ എന്തെങ്കിലും വഴി അതിനകത്ത് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി കാത്തിരിക്കണം. അതാണ് 37-ാമത്തെ സങ്കീർത്തനത്തിന് 7-ാം തിരുവചനം. കർത്താവിന്റെ മുൻപിൽ സ്വസ്ഥമായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യം എന്താ? കർത്താവിന്റെ സന്നിധി ഇങ്ങനത്തെ വരുന്ന സമയത്ത് സ്വസ്ഥമായി ഇരിക്കണം. ശാന്തമാകാൻ ഞാൻ ദൈവമാണെന്ന് അറിയുക. അവിടെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, അവന് വേണ്ടി കാത്തിരിക്കണം. സന്തോഷത്താൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം എൻ്റെ ഏറ്റവും നല്ല പിതാവാണെന്ന് വിശ്വസിക്കുകയും മനുഷ്യരുടെ അഭിപ്രായങ്ങളെ അവഗണിക്കുകയും ചെയ്യും. മനുഷ്യരുടെ അഭിപ്രായങ്ങളെയും മനുഷ്യന്റെ വിലമതിക്കലിനെ പരിഗണിച്ച് ദൈവവചനത്തിന് ഒട്ടും വിലയില്ലാത്ത കളിയല്ലേ. എത്ര സംഭവങ്ങളെ ബൈബിളില്. ഹേറോദേസ് രാജാവിന്റെ സ്ഥിതി എന്തായി അല്ലേ? ആ മോള് വന്ന് നൃത്തം ചെയ്ത് ആ സമയത്ത് അതിഥികളെ മാനിച്ചും തന്റെ വാക്കിനെ വിലമതിച്ചും. അല്ലാതെ ദൈവഗീതോ ദൈവവചനം അല്ല പ്രധാനപ്പെട്ട. പീലാത്തോസിന്റെ കാര്യത്തിൽ എന്തായിരുന്നു കുഴപ്പം? ബൈബിളിൽ എത്ര വ്യക്തികളെ എഴുതി വെച്ചെന്നറിയോ? മനുഷ്യർക്ക് കൊടുത്ത വാക്കിനെ പ്രധാനപ്പെട്ടായിട്ട് കണ്ട് മനുഷ്യരുടെ അഭിപ്രായങ്ങളെ പരിഗണിച്ച് സ്വന്തം വില പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചില സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് എത്രയോ പേരാണ് സഹോദരങ്ങളെ ഇതിന് നേരെ ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചത്. അതാണ് എൻ്റെ സഹോദരങ്ങളെ, മനുഷ്യരുടെ അഭിപ്രായങ്ങളെ പരിഗണിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് വരുന്ന, സഭയുടെ പ്രബോധനത്തിന് വിരുദ്ധമായിട്ട് വരുന്ന മനുഷ്യരുടെ അഭിപ്രായങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചാമത്തെ പ്രത്യേകത ഇതാണ്. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും മൃദുലമായ പ്രേരണകളെ പോലും വിശ്വസ്തയോടെ അനുസരിക്കുകയും ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ കൂടെ എന്ന പോലെ ആത്മാവിൽ ആനന്ദിച്ച് അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ആത്മാവിന്റെ അഞ്ചാമത്തെ പ്രത്യേകതയാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രേരണ ചിലപ്പോ വലിയ മൃദുവായിരിക്കും, വളരെ പതുക്കെ ആയിരിക്കും. ആത്മാവ് കാര്യം, ഒരു തോന്നല്, ഒരു പ്രേരണ, ഒരു ഇൻസ്പിറേഷൻ ആത്മാവ് തരും. നിസാരമായിരിക്കും, ചില ഇന്നൊരു കാര്യം ചെയ്യാന്നുള്ളതായിരിക്കും. ആ പ്രേരണകളെ അനുസരിച്ചിട്ട് എന്താ ഏറ്റവും വിശ്വസ്തയോടുകൂടി ആ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ വേറെ ഒന്നും നോക്കാതെ ചെയ്യും. എന്നിട്ട് പറയാണ്, ഒരു കുഞ്ഞ് അമ്മയോട് എന്നതുപോലെ ആനന്ദിക്കും അല്ലേ. ആ കുഞ്ഞിന് അമ്മേനെ കാണുമ്പോൾ ഒരു ആനന്ദം വയ്ക്കോ, കെട്ടിപ്പിടിക്കണോ അല്ലേ, തോളിലേക്ക് ചാടിക്കും, എന്തൊക്കെയോ സംഗതി കുഞ്ഞിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മ പ്രേരണകൾ പൂർത്തിയാക്കുന്നതിൽ ആനന്ദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കേ, വിശുദ്ധ ലൂക്കായുടെ വിശേഷം 1-ാം അധ്യായം 20-ാം തിരുവചനം, യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായിത്തീരും, ഇവ സംഭവിക്കുന്നവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയല്ല. പരിശുദ്ധാത്മാവിന് 2 വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഒന്ന്, ഒരു പുത്രൻ ജനിക്കുന്നു സക്കറിയായിക്ക്. രണ്ടാമത്തേതായിരുന്നു സഹോദരങ്ങളെ പേരിടണം. ആദ്യത്തേത് അവഗണിച്ചു, അവിടെ തന്നെ ബ്ലോക്കായി. പിന്നെന്താ കാണുന്നത്? ലൂക്ക 1:63-64 അവനൊരു എഴുത്തുപലക വരുത്തി അതിൽ എഴുതി യോഹന്നാൻ എന്നാണ് അവന്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവന്റെ വായ തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. നോക്ക്, പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് കഴിയുമ്പോൾ വഴികൾ തുറക്കപ്പെടുന്ന കണ്ടോ, അടഞ്ഞിരിക്കുന്ന വാതിൽ തുറക്കപ്പെടുന്ന കണ്ടോ. അതാണ് പരിശുദ്ധാത്മാവിന്റെ കുഞ്ഞു പ്രേരണ പോലെ അനുസരിക്കും. കർത്താവിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ വെച്ച് നമ്മൾ ചിന്തിക്കണം. ഈ 5 കാര്യങ്ങൾ വെച്ച് നമ്മൾ നമ്മുടെ ആത്മാവിനെ ഒന്ന് ആത്മശോധന ചെയ്യണം. ഈശോ അനുഗ്രഹിക്കട്ടെ. ഹെബ്രായ ലേഖനത്തിൽ 9-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാം തിരുവചനം, യേശുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ എത്രയോ അധികമായി വിശുദ്ധീകരിക്കുകയില്ലേ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ആത്മാവിനെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഉള്ളു തുറന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ചിന്തിയ ഞങ്ങളെ കഴുകണമേ യേശുവേ, എന്നെ കഴുകണമേ, പൂർണ്ണമായി എന്നെ കഴുകണമേ, ഒരു നല്ല ആത്മാവാക്കി മാറ്റണമേ. യേശുവേ, എന്നെ കഴുകണമേ, യേശുവേ. കഴുകണം. കൈകൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കം വിളിക്കുന്നു.